മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു അൾട്ടിമേറ്റ് ടോർ ഗെയിം സമയം പുതിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗെയിമൊന്നും കളിക്കുന്നില്ല, പകരം നമ്മൾ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഗോട്ട് മൂവിയുടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോട്ട് മൂവി കാണാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പൊക്കോളൂ. ഇതൊരു സ്പോയിലറാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പൊക്കോളൂ. ഗോട്ട് മൂവി കണ്ടവർ മാത്രം ഇവിടെ നിന്നാൽ മതി. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഗോട്ട് മൂവി കണ്ട നമ്മളൊക്കെ വിചാരിച്ചത് ഒരു നോർമൽ കൊമേഴ്ഷ്യൽ മൂവിയാണ് ഗോട്ടെന്നാണ്. പക്ഷേ ലാസ്റ്റ് 20 മിനിറ്റ് ആ ഒരു സമയം കൊണ്ടാണ് ഗോട്ട് മൂവി തന്നെ ഒരു സയൻസ് ഫ്രിക്ഷൻ ആക്കിയിട്ട് അവർ മാറ്റിയെടുത്തത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് ഈ മൂവി ഫുള്ളി ചേഞ്ച് ആയത്. അപ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതായത് കുറേ പേരുടെ ഡൗട്ടായിരുന്നു, കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു മൂവി റിലീസാവുന്നതിൻ്റെ മുമ്പ്. ക്ലോണിങ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻസ് ഫിക്ഷൻ അങ്ങനെ ബേസ്ഡ് ആയിട്ട് ക്ലോണിങ്, അതായത് ഒരു ആളുടെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേപോലെ വേറെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കുക, അതാണ് ക്ലോണിങ് എന്ന് ബേസിക്കലി പറയുകയാണെങ്കിൽ. ക്ലോണിങ്ങിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ മൂവിയിൽ നമ്മൾ ഉടനീളം കണ്ട ആ ഒരു ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും, അതായത് നമ്മുടെ വിജയ് ലാസ്റ്റ് വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു ഇളയ തലപതി ശരിക്കും ജീവനല്ല, അത് ഒരു ക്ലോണായിരുന്നു. ജീവൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലോണായിരുന്നു അത്. അതിനുശേഷമാണ് നമ്മുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നത്. ഈ ഒരു സീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വിജയ് വേറെ നമ്മുടെ ഒറിജിനൽ വിജയുടെ ഫോട്ടോയിലോട്ട് നോക്കിയിട്ട് വെടിവെക്കുന്നുണ്ട്. അപ്പോഴോട്ട് അവിടെ മാസ് എൻട്രിയൊക്കെ കൊടുത്തിട്ട് ഒരു ക്ലീൻ ഷേവ് ആയിട്ടുള്ള പുതിയ ഒരു മൂന്നാമത്തെ വിജയ് വരികയാണ്. ഈ മൂന്നാമത്തെ വിജയാണ് ഒറിജിനൽ സഞ്ജയ്, അഥവാ ഒറിജിനൽ ആയിട്ടുള്ള ജീവൻ. ഇതൊക്കെ ജീവൻ്റെ ഒരു പ്ലാനിങ് ആണ്. അതായത് നമ്മുടെ വിജയനെ നമ്മളിങ്ങനെ ക്ലോണിങ് ഉണ്ടാക്കി വിജയനെ ആകെ ഒരു മെൻ്റൽ പോലെ ആക്കാനുള്ള ഒരു പ്ലാനായിരുന്നു നമ്മളുടെ ജീവൻ്റെ. അപ്പോൾ ഈ ഒരു ഐഡിയ അഥവാ ഈ ഒരു പ്ലാന് എന്താണെന്നറിയോ? നമ്മുടെ ഗോട്ട്, അതായത് നമ്മുടെ ഒറിജിനൽ വിജയ് ഇനി ഇപ്പോൾ ഇവനെ കൊന്നു, നമ്മുടെ നോർമൽ ജീവനെ കൊന്നു, ക്ലോണിനെ. അത് ക്ലോണാണെന്ന് വിജയ്ക്ക് അറിയില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം അതേ വിജയ് പിന്നെയും താഴോട്ട് വന്നു, പിന്നെയും ഭൂമിയിലേക്ക് വന്നു എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം വിജയ് വിചാരിക്കും അതൊരു എന്താ പറയുക, പ്രേതം പോലത്തെ എന്തെങ്കിലും ആണ്. പിന്നെ വിജയ്ക്ക് മനസ്സിലാകും ഇവിടെ ക്ലോണിങ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടി ഒരു സെക്കൻഡ് പാർട്ട് വരുമെന്നാണ് കുറേ പേരുടെ ഡൗട്ട്. OG എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് പാർട്ട് വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ കിട്ടിയ റൂമേഴ്സ് അനുസരിച്ചിട്ട് OG തൊട്ടൊരു സെക്കൻഡ് മൂവി ഇറങ്ങുന്നുണ്ട്. ഈ OGയിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഗാങ്സ്റ്റർ, അതായത് ഒറിജിനൽ സഞ്ജയ് വേഴ്സസ് ഗോട്ട്, അതായിരിക്കും നമ്മുടെ മൂവിയിൽ വരാൻ പോകുന്നത്, ഇനിയുള്ള മൂവിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗോട്ട് വേഴ്സസ് OG എന്ന് നമുക്ക് പിന്നെയും കാണിച്ചു തന്നത്. അതായത് ഒറിജിനൽ ഗാങ്സ്റ്റർ വേഴ്സസ് വിജയ്, അതായിരിക്കും ഇനി വരുന്ന മൂവിയിലത്തെ മെയിൻ പ്ലോട്ട്. എന്ന് കരുതി ഇനിയൊരു മൂവി ഉണ്ടാകുമെന്നല്ല, ചില ചാൻസസ് ഉണ്ട് ഒരു മൂവി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് മൂവീനെ കുറിച്ച് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേറെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ കാണിച്ചു തരാം. ഈ മൂവിയിൽ നമ്മളുടെ വിജയ് ലാസ്റ്റ് സീനിൽ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ്, നമ്മുടെ സഞ്ജയ് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന തൊട്ട് മുമ്പ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും 73% ജീവൻ 3 ഡൺ. അങ്ങനെ അതായത് ഈ ഒരു വിജയ് ഇപ്പോൾ രണ്ടാമതുണ്ടാക്കിയിട്ടുള്ള വിജയ് താഴെ പോയിട്ട് ചത്ത അപ്പം തന്നെ വരാൻ വേണ്ടി വേറെ ഒരെണ്ണം റെഡി ആക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് പീക്ക് 11 ബില്യൺ ജീവൻ ഇൻ 2050, അതായത് 2050, അതായത് 2050 ആകുമ്പോഴേക്കും 11 ബില്യൺ വിജയിനെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വന്നാലാണ് നമുക്കിനി സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ 11 ബില്യൺ ജീവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഡൈനാസ്റ്റി വരെ ക്രിയേറ്റ് ആവുമെന്നാണ് കുറേ പേരുടെ റൂമർ, അണ്ണ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗോട്ട് മൂവി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക, എങ്ങനെയെങ്കിലും OTTയിൽ റിലീസ് ആകുമ്പോഴോ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസിലൊക്കെ പോയി കാണേണ്ട മൂവിയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങളുടെ റിവ്യൂ ഒക്കെ അയയ്ക്കുക. അപ്പോൾ ഫീൽ ഫ്രീ ടു കമൻറ്റ്
ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഇറ്റ്സ് അൾട്ടിമേറ്റ് ടൂർ ഗെയിമർ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.